back, dear students. Let's go through the next section, section 3, prose. In our first section, we have studied what's poetry, right? In the section 2, we went through short stories, and in the section 3, we want to study some essays and a one-act play. Okay, first നമുക്ക് പഠിക്കാനുള്ള എസ്സേ E.V ലുക്കാസിൻ്റെ ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് എസ്സേ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ we need to go through the profile of E.V Lucas. E.V Lucas, Edward Vera Lucas, who was born in 1868, is best known as an essayist and journalist. He was born as the son of Alfred Lucas and Jane Drewett. Talented though he was, he could not pursue university education due to financial troubles. Lucas was associated with the newspaper The Globe and the literary journal The Academy and the humor magazine Punch. And Phantom Journal and Thoughts at the Ferry are his well-known books of essays. Besides, he wrote a dozen novels and published many travelogues. One of a notable work is A Wanderer in Venice. Lucas is recognized as the editor of Charles Lamb's works and as his biographer, whom he greatly admires. Here we want to study a short essay. It is a typical Lucas essay. The title of the essay is Bores. In this essay, the writer makes a witty observation about one of the universal human traits, that is, imposing too much of ourselves on others. A bore, here, a bore is a person who arouses boredom. The long conversation need not make a person necessarily a bore, right? We had great conversationalists such as Dr. Johnson. But it is the irrelevance of the subject, which total disregard for context, non-consideration of the listener's interest, that makes a person a bore. Bore thrives on our own human nature, kindness, and a tendency to listen to others. This style is witty and conversational with no malice even against bores. So, നമുക്കിവിടെ പഠിക്കാനുള്ള എസ്സേ ബോസ് ആണ്, വിച്ച് വാസ് റിട്ടൺ ബൈ E.V Lucas. E.V Lucasനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിക്കുന്നത് 1868 മരിക്കുന്നത് 1938. ഇതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. വളരെ ബെസ്റ്റ് നോൺ ആയിട്ടുള്ള എസ്സേയിസ്റ്റും ജേർണലിസ്റ്റും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആൽഫ്രഡ് ലൂക്കാസും അമ്മ ജെയിൻ ടി ഡ്രീവറ്റുമാണ്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനൊന്നും പേഴ്സ്യൂ ചെയ്യാൻ കഴിയുന്നില്ല ഫിനാൻഷ്യൽ ട്രബിൾസ് കൊണ്ട്. പിന്നെ പറയാനുള്ളത് ലൂക്കാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൂക്കാസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറാണ്, അല്ലെങ്കിൽ ദ ഗ്ലോബ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി ജേർണലായ ദ അക്കാദമി, അതുപോലെ തന്നെ ഹ്യൂമർ മാഗസിൻ പഞ്ച്, ഇതിനെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു, അല്ലെങ്കിൽ അതിനെയൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയാണ് E.V Lucas എന്ന ജേർണലിസ്റ്റ് അല്ലെങ്കിൽ എസ്സേയിസ്റ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വെൽ നോൺ ബുക്സ് ഓഫ് എസ്സേസ് ആണ് ഫാൻറ്റം ജേർണൽ ആൻഡ് ദ തോട്ട്സ് അറ്റ് ദ ഫെറി. പിന്നെ ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് ട്രാവലോഗ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു നോട്ടബിൾ വർക്കാണ് എ വാൻഡറർ ഇൻ വെനീസ് 1914 പബ്ലിഷ് ചെയ്തത്. പിന്നെ പറയുകയാണെങ്കിൽ ലൂക്കാസ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ എഡിറ്റർ ഓഫ് ചാൾസ് ലാംസ് വർക്ക്സ്. ചാൾസ് ലാംസിൻ്റെ വർക്ക്സിൻ്റെ എഡിറ്ററായി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ലൂക്കാസിനെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫറായിട്ട് ഒക്കെ നമുക്ക് ലൂക്കാസിനെ ലോകം അംഗീകരിച്ചതാണ്, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എസ്സേ എന്ന് പറഞ്ഞാൽ ബോസ് ആണ്. ഇതൊരു ടിപ്പിക്കൽ ലൂക്കാസ് എസ്സേ ആണ്. ഇതിൽ റൈറ്റർ ഒരു ഹ്യൂമൻ ട്രേറ്റ്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ ട്രേറ്റ്, അതിനെ വിറ്റി ഒബ്സർവേഷൻ നടത്തുകയാണ്.
ഈ ഒരു എസ്സേയിലൂടെ നമ്മുടെ റൈറ്റർ. എന്ന് വെച്ചാൽ ഇമ്പോസിങ് ടു മച്ച് ഓഫ് അവർസെൽസ് ഓൺ അതേഴ്സ്. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഉള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അത് മറ്റുള്ളവർക്ക് മേലിൽ കുറേ ടു മച്ച് ഇമ്പോസിങ് ചെയ്യുക, അങ്ങനെയുള്ള ഹ്യൂമൻ ട്രേറ്റ്സ് ഉണ്ട്. അതിനെയാണ് ഇവിടെ വിറ്റി ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത് E.V. ലൂക്കാസ് എന്ന് പറഞ്ഞ റൈറ്റർ. ഇവിടെ ബോർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. ഹു അറൗസസ് ബോർഡം ഉണ്ടാക്കുന്ന അല്ല ബോറിങ് ഉണ്ടാക്കുന്ന ഒരു പേഴ്സണെയാണ് ഇവിടെ ബോർ എന്ന് സങ്കല്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് ലോങ് കോൺവെർസേഷൻ നടക്കാറുണ്ട്, പക്ഷെ എല്ലാം നമുക്ക് ബോറായിട്ട് നമുക്ക് തോന്നില്ല. പകരം എന്താണ്, ഇറവലൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് എങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റിനെ ടോട്ടലി ഡിസ്റിഗാർഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ, അതുപോലെ തന്നെ ലിസണറിൻ്റെ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ സംസാരം മാത്രമാണ് നമുക്ക് ബോറായി തോന്നുക, അല്ലേ? എല്ലാവരും സംസാരിക്കുന്നത് നമുക്ക് ബോറായി തോന്നില്ല. സംസാരിക്കുന്ന ആൾ ലിസണറിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ കോണ്ടെക്സ്റ്റിനെ ഡിസ്റിഗാർഡ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ, ടോട്ടലി ഡിസ്റിഗാർഡ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇറവലൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സംസാരിക്കുന്നത് എങ്കിൽ, അപ്പോഴേക്കാണ് നമ്മൾ ലിസണേഴ്സിന് അത് ബോറായി തോന്നുക. പിന്നെ എന്താ പറയുന്നത്, അപ്പോൾ ഈ ബോറിങ് എന്നുള്ള ഒരു ഹ്യൂമൻ ട്രേറ്റിനെ, അല്ലെങ്കിൽ ബോർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ ട്രേറ്റ്സാണ് ഈ ബോർ ചെയ്യുക എന്നുള്ളത്, ഒരാളുകളെ ബോറടിപ്പിക്കുക എന്നുള്ളത്. അപ്പം അതിനിവിടെ വിറ്റി ഒബ്സർവേഷൻ നടത്തിയിരിക്കുകയാണ് ഈ ഒരു എസ്സേയിൽ. ഓക്കെ, പ്ലീസ് ഗോ ത്രൂ ദ എസ്സേ. It requires a sense of superiority, assurance and self-confidence to write about Bose et al. Except as one of them. But since your true Bore is always unconscious of his boorishness, and indeed usually thinks of himself as the most companionable of men, to write as one of them is to acquit oneself of the stigma. Nonetheless, at some time, I fear everybody is a bore, because everybody now and again has a fixed idea to impart, and the fixed ideas of the few are the bottoms of the many. Also, even the least self-centered of man can now and then have a personal experience sufficiently or to lose its true proportions and force him to implicit it over much of the others. But Bose as a rule at Bose always, for egotism is beyond question the Bose foundation stone, his belief being that what interests him and involves himself as a central figure must interest you. ഇവിടെ എന്താ പറയുന്നത്, ഒരു സുപ്പീരിയോറിറ്റി, സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി, അതുപോലെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസും ഒക്കെ ആവശ്യമാണ് ബോർസിനെ കുറിച്ച് അല്ലെങ്കിൽ ബോറന്മാരെ കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ. ഒരു സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റിയും സെൽഫ് അഷുറൻസും സെൽഫ് കോൺഫിഡൻസും ആവശ്യമാണെന്നാണ് പറയുന്നത് നമ്മുടെ റൈറ്റർ. കാരണം യുവർ ട്രൂ ബോർ ഈസ് ഓൾവേസ് അൺകോൺഷ്യസ് ഓഫ് ഹിസ് ബോറിഷ്നെസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമുക്ക് ബോറന്മാരെ കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റിയും അഷുറൻസും സെൽഫ് കോൺഫിഡൻസും ഒക്കെ ആവശ്യമാണ്. ബട്ട് സിൻസ് യുവർ ട്രൂ ബോർ ഈസ് ഓൾവേസ് അൺകോൺഷ്യസ് ഓഫ് ഹിസ് ബോറിഷ്നെസ്, ശരിക്കുള്ള ബോറന്മാർ എന്ന് പറഞ്ഞാൽ ഈസ് ഓൾവേസ് അൺകോൺഷ്യസ് ഓഫ് ഹിസ് ബോറിഷ്നെസ്, താൻ ബോറടിപ്പിക്കുകയാണെന്ന്, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ബോറൻ രീതിയെക്കുറിച്ച് അൺകോൺഷ്യസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. But indeed usually thinks of himself as the most companionable of men. അവൻ്റെ വിചാരം എന്തായിരിക്കും, ബോറടിപ്പിക്കുന്ന ആളുടെ വിചാരം, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ആളുടെ വിചാരം എന്തായിരിക്കും, താൻ എന്താണ് വളരെ കമ്പാനിയബിളായിട്ട്, അല്ലെങ്കിൽ കേൾക്കുന്ന ലിസണേഴ്സിന് വളരെ കമ്പാനിയബിളായിട്ടാണ് താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അയാൾ സ്വയം ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല, ശരിക്കും അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ അയാൾ അങ്ങനെ ആയിരിക്കും കരുതുന്നത്. സംസാരിക്കുന്ന അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന ആളുടെ വിചാരം എന്താണ്, ഈ കേൾക്കുന്ന ആൾക്ക് എന്താണ്, ഇത് വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വളരെ കമ്പാനിയബിളായിട്ടാണ് താൻ സംസാരിക്കുന്നത് എന്നായിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മുടെ എസ്സേയിസ്റ്റ് പറയുകയാണ്, ഞാൻ ഭയക്കുന്നു എല്ലാവരും ബോറന്മാരാണെന്ന്. കാരണം എല്ലാവർക്കും എന്താണ്, എന്തെങ്കിലും ഫിക്സ്ഡ് ഐഡിയ ഇമ്പാർട്ട് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പം അത് മറ്റ് കേൾക്കുന്നവർക്ക് പലപ്പോഴും എന്താണ്, ബോറായി തോന്നും എന്നാണ് പറയുന്നത്. പിന്നെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള മാൻ,
അവർക്ക് എന്താണ് ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എക്സ്പീരിയൻസസൊക്കെ എന്താണ് മറ്റുള്ളവരുടെ മേലിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ എന്താണ് ദേ ഫോഴ്സ് ഹിം ടു ഇൻഫ്ലിക്റ്റ് ഇറ്റ് ഓവർ മച്ച് ഓഫ് ദ അതേഴ്സ് എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ മേലിൽ ഇതാക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ലിസൺ ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. But Bose as a rule are Bose always, for egotism is beyond question the Bose foundation stone. ബോസിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് ഈഗോട്ടിസം ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവൻ വിശ്വസിക്കുന്നത് എന്താണ്, അവൻക്കൊരു ഈഗോട്ടിസം ഉണ്ട് എന്ന് വെച്ചാൽ അവനെക്കുറിച്ച് പറയാനുള്ള അവൻ്റെ ആ ഒരു ഈഗോ മനോഭാവം അതെന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇമ്പോസ് ചെയ്യുകയാണ് അവിടെ. ഹീസ് ബിലീവ് ബീങ് ദാറ്റ് വാട്ട് ഇൻട്രസ്റ്റ് ഹിം, അവൻ വിശ്വസിക്കുന്നത് അവനക്ക് താല്പര്യമുള്ളതെല്ലാം എന്താണ് കേൾക്കുന്നവനും താല്പര്യമാണ് എന്നുള്ളതാണ്. ആൻഡ് ഇൻവോൾവ്സ് ഹിംസെൽഫ് ആസ് എ സെൻട്രൽ ഫിഗർ മസ്റ്റ് ഇൻട്രസ്റ്റ് യു, അവനെ എന്താണ് സെൻട്രൽ ഫിഗറാക്കി മാറ്റി ആ ഒരു സെൻട്രൽ ഫിഗർ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സെൻട്രൽ ഫിഗറായിട്ടുള്ള സ്പീക്കർ പറയുന്ന കാര്യങ്ങളൊക്കെ ലിസണേഴ്സിന് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഒരു മെയിനായിട്ടുള്ള പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഈഗോട്ടിസമാണ് ബോസിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നുള്ളതാണ്. അവൻ്റെ വിശ്വാസം എന്താണ്, ഹിസ് ബിലീഫ് ബീങ് ദാറ്റ് വാട്ട് ഇൻട്രസ്റ്റ് ഹിം, അവന് താല്പര്യമുള്ള അല്ലെങ്കിൽ താൻ സംസാരിക്കുന്ന, ഇപ്പം ഞാനാണ് സംസാരിക്കുന്നത് എങ്കിൽ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നവർക്കൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള വിശ്വാസത്തിൽ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, ലിസണേഴ്സിനെ കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ ഇറവലൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ അവർ ക്ലാസ്. താങ്ക് യു ആൾ.